+1 ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സപ്ലിമെന്ററിയുടെ ഫസ്റ്റും സെക്കൻഡും അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി ട്രാൻസ്ഫർ വിൻഡോസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. സോ ചില കുട്ടികൾക്ക് ഇനിയും ഈ അലോട്ട്മെന്റുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സോ നിങ്ങൾ ഓൾറെഡി ഒരു പക്ഷേ അപേക്ഷിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ എങ്ങനത്തെ വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള പ്രാദേശികമായ ന്യൂസ് പേപ്പർ നല്ല രീതിയിൽ നോക്കണം. ആ ന്യൂസ് പേപ്പറിൽ കാണാം സ്പോട്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഇന്റർവ്യൂ എന്ന് വരും. ചിലപ്പം സ്കൂളുകളിൽ സീറ്റ് ഒഴുകുമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ പ്രാദേശിക പേജിൽ എന്ത് ചെയ്യും, എല്ലാ സ്കൂളുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാകും, പരസ്യങ്ങൾ ഉണ്ടാകും. ഇനി പരസ്യങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർ വഴി ആരെങ്കിലും ആ സ്കൂളിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ പോകുന്ന പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, പ്രിൻസിപ്പളെ കണ്ടിട്ട് അവിടെ സീറ്റ് ബാലൻസ് ഉണ്ടോ എന്നും ചോദിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സീറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഇന്റർവ്യൂവിന് പോകാം. ഇന്റർവ്യൂ ഉണ്ടാകും, അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് ഉണ്ടാകും. സോ ആ സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് എന്നാണോ അന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ പോവുക. അവിടെ ഒരുപാട് കുട്ടികളുണ്ടാകും. ഫോർ എക്സാമ്പിൾ 10 സീറ്റാണ് അവിടെ വേക്കൻറ്റി ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടാകും. അതിൽ ഏറ്റവും മുൻഗണനയുള്ള 10 കുട്ടികൾ ആരാണോ അവർക്ക് എന്ത് ചെയ്യും, അവർ അലോട്ട്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്പോട്ട് അലോട്ട്മെന്റിനെ മാത്രം ആശ്രയിച്ച് എന്ത് ചെയ്യുക, ഇനി മുന്നോട്ട് പോവുക. നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ ഏതാണ് അത് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടെയൊക്കെ എന്താണ് സ്പോട്ട് അലോട്ട്മെന്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷേ നിങ്ങൾക്ക് കൊമേഴ്സ് മതി, അല്ലെങ്കിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി, സയൻസ് എനിക്ക് പഠിക്കാനേ താല്പര്യമില്ല, അങ്ങനെ ആകുമ്പോൾ അവിടെ സയൻസിനാണ് സീറ്റ് ഒഴിവ്, പിന്നെ അവിടെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി ഇതും ലഭിച്ചില്ലെങ്കിൽ സാറേ സ്പോട്ട് അലോട്ട്മെന്റും കിട്ടിയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് അഥവാ അൺഎയ്ഡ് ആയിട്ടുള്ള സ്കൂൾസ് ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടെ എന്ത് ചെയ്യും, അൺഎയ്ഡഡ് സ്കൂൾ ആണെങ്കിലും ഫീസ് കൊടുത്തിട്ട് റെഗുലർ ആയിട്ട്, അഥവാ അത് ഓപ്പൺ സ്കൂൾ ആയിരിക്കണം, റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാം, അവർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി അവിടെയും നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ലെങ്കിലോ, അങ്ങനെ സീറ്റ് കിട്ടാതിരിക്കില്ല. അപ്പോൾ വളരെ റിമോട്ട് ഏരിയ, ഉള്ള ഏരിയയിലെ കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, അൺഎയ്ഡഡ് സ്കൂൾസ് ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് യാത്ര ചെയ്ത് വരേണ്ടി വരും. സോ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്ത് ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കേണ്ടി വരും. സോ സ്പോട്ട് അലോട്ട്മെന്റ് ആണ് നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈവറ്റ് ആയിട്ടുള്ള അൺഎയ്ഡഡ് സ്കൂൾസ് നോക്കാം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പാരലൽ രീതിയിലുള്ള അല്ലെങ്കിൽ സ്കോൾ കേരളയിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, +1 +2 പഠിക്കാൻ പറ്റും. ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ സാധ്യത നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.